ഹലോ എവ്രി വൺ. കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ചധികം തിരക്കുകൾ, വേറെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ട്, പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ ഇന്ന് ഒന്ന് ഫ്രീ ആയപ്പോൾ യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ചർച്ചകൾ, ഇപ്പോൾ പ്രവീൺ മൃദുല ഇഷ്യൂ, അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഫാമിലി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഫാമിലിയിലുള്ള ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ, ഞാൻ ഇവരുടെ വീഡിയോസ് കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആസ്പയർ ചെയ്തിരുന്നു. എന്ത് അടിപൊളി ഫാമിലിയാണ്, അമ്മ, അച്ഛൻ, അനിയൻ, ചേട്ടൻ, ഇവർ 4 പേര് അടിപൊളിയായിട്ട് ജീവിക്കുന്നു, അതിൽ കല്യാണം നടക്കുന്നു, പ്രഗ്നൻ്റ് ആയ സമയത്ത് അത് സർപ്രൈസ് ചെയ്ത് കാണിക്കുന്നു, ഇവരെ അറിയിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഹാപ്പിനെസ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. കുറേ നാളായിട്ട് ഇവരുടെ ഫാമിലിയിലെ സന്തോഷങ്ങളൊക്കെ കണ്ട് ഞാൻ നിർവൃതിയാണായിരുന്നു. ബിക്കോസ് വേറെ ഫാമിലി സന്തോഷങ്ങളൊന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വളരെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ പ്രവീൺ ഒരു കാര്യം പറയുന്നുണ്ട്. പ്രവീണും മൃദുലയ്ക്ക് ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ട സമയത്ത് അവരെടുത്ത പോർഷനിലെ വീഡിയോയിൽ പ്രവീണിന് ദേഹത്ത് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരും കരഞ്ഞോണ്ടൊരു കാര്യം പറയുന്നുണ്ട്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? മുഴുവനുണ്ടാക്കിയിട്ടതല്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നെന്നും എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് ചീത്ത അടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറും പറഞ്ഞവർ രണ്ടടി. ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക, 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയും വിഷമങ്ങളുണ്ട് പറയുന്നത്. ഞാൻ ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. മൃദുല ചോദിക്കുന്നുണ്ട്, നമ്മളിനി എവിടെ പോകും ചേട്ടാ എന്ന്. അതുപോലെ തന്നെ പ്രവീൺ പറയുന്നുണ്ടായിരുന്നു, 2 മക്കളുണ്ടെങ്കിൽ 2 മക്കളെയും ഒരേപോലെ സ്നേഹിക്കണം എന്ന്. എനിക്കിത് ഇത്രയും ഇത് കേട്ടപ്പോൾ മുതൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. മക്കളെ ഒരേപോലെ സ്നേഹിക്കാൻ കഴിവില്ലാത്ത പേരൻസ് ആണെങ്കിൽ എന്തിനാണ് അവർ അപ്ബ്രിങ് ചെയ്യുന്നത്? എന്തിനാണ് അവരെ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്? നമ്മൾ ആരും തന്നെ പേരൻസിൻ്റെ അടുത്ത് അയ്യോ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങളെ അമ്മയായി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെ അച്ഛനായി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഈ ലോകത്തേക്ക് എനിക്കൊരു ജന്മം തരൂ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ആരും വരുന്നത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ IVF ആവട്ടെ, വാട്ടവർ അതിൻ്റെ ബാക്കി സാധ്യതകൾ. പക്ഷെ ബേസിക്കലി നമ്മൾ പറയാന്ന് വെച്ചാൽ സിസ്ജെൻഡർ ഹെറ്ററോ റിലേഷൻഷിപ്പിൽ സോ കോൾഡ് അതിനകത്താണ് ബേസിക്കലി ഇത് നടക്കുന്നത്. അല്ലാതെ എക്സെപ്ഷണൽ കേസസും ഉണ്ട്. ഈ എക്സെപ്ഷണൽ കേസസിന് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ ജനറലി പറയുമ്പോൾ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഈ റീപ്രൊഡക്ഷൻ നടക്കുന്ന പ്രോസസ്സിലൂടെ പോയി, ഫിസിക്കൽ റിലേഷൻഷിപ്പിലൂടെ പോയി, അവരുടെ ആ ഒരു പ്ലഷർ എക്സ്പ്ലോർ ചെയ്തിട്ട് അവരൊന്നെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് വരുന്ന കുട്ടികളാകാം, അല്ലാത്ത കുട്ടികളാകാം. ഈ വരുന്ന കുട്ടികളോട് ഇൻജസ്റ്റിസ് കാണിക്കുന്ന പേരൻസിനെ എന്താണ് നിങ്ങൾ വിളിക്കുക? ഈ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് കുട്ടികളെ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്നത്, ഇറങ്ങി പോടാ എന്ന് കാണിക്കുന്നത് ഹൈലി പെട്രിയാർക്കിയൽ ആറ്റിറ്റ്യൂഡാണ്. അവിടെ ഒരു ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഇത്രയും കൃത്യമായി ഹയറാർക്കി ഫോളോ ചെയ്യുകയും പെട്രിയാർക്കി ഇൻജക്റ്റ് ചെയ്യുകയും ഒരു മനുഷ്യനെ അവരുടെ മാനുഷിക പരിഗണന കൊടുക്കാതെ തെരുവിലേക്ക് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് ബേസിക് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ തന്നെയാണ്. ഇതൊക്കെ വേറെ സൈഡ്. ഇമോഷണൽ സൈഡിലേക്ക് വരുമ്പോൾ അത്രയും കാലം സ്നേഹത്തോടെ നിന്നിരുന്ന അച്ഛൻ, അമ്മ, സഹോദരൻ, വേറെ ആരോട്ടെ, അല്ലെ അച്ഛൻ അമ്മ മാത്രം എടുക്കുക. ഈ അച്ഛൻ അമ്മ ഒരു രാത്രിക്ക് രാത്രി ഒരു ഗർഭിണിയെ, അതോടൊപ്പം തന്നെ മകനെ, ഗർഭിണിയായിട്ടുള്ള മരുമകളെയും മകനെയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുകയാണ്. ഇപ്പോൾ എത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും, എത്രയൊക്കെ ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആണെങ്കിലും, ഒരു ഫാമിലിയിൽ ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യന്മാർക്ക് തെരുവിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് എവിടെ പോകും എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. പൈസ എത്ര ഉണ്ടായിക്കോട്ടെ, വീട് ഇപ്പോൾ പ്രവീണിനൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വീടെടുത്ത് താമസിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഇമോഷണലി അവരനുഭവിക്കുന്ന ഒരു എക്സ്ക്ലൂഷൻ ഉണ്ടല്ലോ സമൂഹത്തിൽ നിന്ന്. അതുവരെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തള്ളി പറയുമ്പോൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇത്
ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് പ്രവീൺ എന്നുള്ള പേര് മാറിയിട്ട് ഞാൻ അവരുടെ അനിയൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ആ വീഡിയോയിൽ ഞാൻ കുറേ കൂടെ കരഞ്ഞുകൊണ്ടാണ് എടുത്തത്. എനിക്ക് പറ്റുന്നില്ല, എനിക്കിതൊന്ന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കുറേ നാളിന് ശേഷം അവരെ ഫോളോ അപ്സ് ഒന്നും ഇല്ലാണ്ട് വെറുതെ അവർ വീഡിയോ കണ്ട് സന്തോഷിച്ചിരുന്ന ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞപ്പോൾ എന്താണ് കാണാൻ വേണ്ടി നോക്കിയാൽ എനിക്ക് ഇത് എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നുണ്ട്, എനിക്കൊരു ട്രോമ നൽകുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ്. പക്ഷേ ഒരു ഗർഭിണിയോട് ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രൂരതയാണ്. ദാറ്റ് ഇസ് കോൾഡ് ഡൊമസ്റ്റിക് വയലൻസ്. നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. ആ ഒരു വ്യക്തിനെ ആ ഗർഭിണിയായ സ്ത്രീയെ കൺസിഡർ ചെയ്യാണ്ട് അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷ അർഹിക്കുന്ന തെറ്റ് എന്നതിലുപരി നിങ്ങൾ ഇത്രയും മനസാക്ഷി ഇല്ലാത്തവരാണോ എന്നുള്ളതാണ്. അതൊക്കെ അവരുടെ ഫാമിലി മാറ്റർ. ബാക്കി എനിക്ക് നിങ്ങളെടുത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസിൻ്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. നിങ്ങളെ എന്തിന് ഒരേ പോലെ മക്കളെ സ്നേഹിക്കാൻ പറ്റില്ല, മക്കൾക്കൊരു ക്രൈസിസ് സിറ്റുവേഷനിൽ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, മക്കളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകുന്നില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബൈനറിക്കകത്ത് അല്ലെങ്കിൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു നോംസിനകത്ത് സെറ്റ് ആവുന്നില്ല, ഫിറ്റ് ആവുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള കുട്ടികൾ അവർ ഉപദ്രവിച്ച് തെരുവിലേക്ക് ഇറക്കി വിടുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കിടന്ന് കരയുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എനിക്ക് ഭയങ്കര ട്രിഗറിങ് ആയിപ്പോയി. ഇതിപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഫൈനാൻഷ്യലി കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള മനുഷ്യന്മാരായിരിക്കും. യൂട്യൂബ് എന്തായാലും അത്രയും വ്യൂഷിപ്പുള്ള യൂട്യൂബിൽ നിന്ന് അവർക്ക് എന്തായാലും പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വാട്ട് എവർ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ സർവീസൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. അതൊക്കെ പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നോക്കുക. ഇത് ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആണ്. ഒരു ഗർഭിണിയോട് കാണിച്ച ക്രൂരത ഒരിക്കലും ഒരു മാതാപിതാക്കളും അങ്ങനെ ചെയ്യരുത്. കാരണം മരുമകൾ പിന്നെ എവിടെ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും പുതിയ പുത്തനച്ചി പുറപ്പുറം തൂക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളെ ലിറ്ററേച്ചർ തന്നെ അതിന്, അല്ലെങ്കിൽ നമ്മളെ കൊളോക്കിയൽ ലാംഗ്വേജ് തന്നെ, കൊളോക്കിയൽ ഈ പറഞ്ഞ പോലെ വാമൊഴിയായി പകർന്നു വന്നിട്ടുള്ള പല കാര്യങ്ങളും തന്നെ അതിനെ ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടല്ലോ, കണ്ടീഷൻ ചെയ്യുന്നുണ്ടല്ലോ. പുത്തനച്ചി പുറപ്പുറം തൂക്കുക, അതായത് പുതുതായിട്ടൊരു പെൺകുട്ടി വീട്ടിൽ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ അവൾ കാണുന്നത് ഭയങ്കര ഒരു മറ്റൊരു വ്യക്തി, ഏലിയനേറ്റ് ചെയ്യപ്പെടേണ്ട ആൾ, അല്ലെങ്കിൽ ഒരു ശത്രുപക്ഷത്ത് നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്വന്തം അല്ലെങ്കിൽ എൻ്റേത് എന്ന് പറഞ്ഞിട്ട് ആരും കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു അവസ്ഥ അതാണ്. പിന്നെ ആ പ്രസ്തുത വീഡിയോ തന്നെ മൃദുല പറയുന്നുണ്ടായിരുന്നു, അത് നമ്മൾ എത്രയൊക്കെ പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇൻജെക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മൾ അസേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മളടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ് സ്വന്തം വീടല്ല, നമ്മൾ കയറി ചെല്ലുന്ന വീടാണ് നമ്മളുടെ വീട്, അവിടെ നമുക്ക് അക്സെപ്റ്റൻസ് ഇല്ലെങ്കിലോ എന്ന്. ഇത്രയും 2024 വളരെ യങ് ജനറേഷനിൽ പെട്ടിട്ടുള്ള കുട്ടികൾ വരെ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലൊന്നും പറയാനില്ല. ആൻഡ് എഗെയിൻ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ നേരിടേണ്ടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇത്രയും അക്സെപ്റ്റൻസ് ആയിട്ടില്ല, ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നും ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ നേരിടുന്നുണ്ടോ വന്നു കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര പ്രശ്നം. എന്ത് മെസ്സേജാണ് ഇവിടെ സൊസൈറ്റിക്ക് നമ്മൾ പങ്കുവെക്കുന്നത്? കാര്യമെല്ലാ മനുഷ്യന്മാരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഇപ്പം ഞങ്ങളൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ ഞങ്ങളിൽ പലരും, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പലരും മനുഷ്യന്മാരായിട്ട് നിങ്ങൾ ആരും കൂട്ടുന്നില്ല. ഇത് പഠിക്കാൻ വേണ്ടി ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ വരുന്ന മനുഷ്യന്മാർക്ക് പോലും നമ്മളെ ഒന്നും മനുഷ്യന്മാരായിട്ട് കാണാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളെയൊക്കെ നിങ്ങൾ പല പേരും ഇട്ട് വിളിക്കുന്നുണ്ട്, പല പേരും അങ്ങനെ സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്നവർ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ജന്മം നൽകി, അതായത് പ്രസവിച്ച് ജന്മം നൽകി വളർത്തി വലുതാക്കിയ കുട്ടികളെ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള മാതാപിതാക്കളെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? ഇതേപോലെ 2 തവണ പ്രസവവേദനയുടെ ആ എല്ലാ ബയോളജിക്കൽ പ്രോസസ്സിലൂടെയും കടന്നുപോയി അത് അനുഭവിച്ച് വന്ന് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന ഈ സ്ത്രീയുടെ കൺമുന്നിൽ വെച്ചിട്ട് ഒരു ഗർഭിണിക്കെതിരെ അക്രമം ഉണ്ടായപ്പോൾ ആ ഗർഭിണിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി സംസാരിക്കാത്ത, അതിനെ തടയാത്ത, അതിനെ എന്താ പറയുക, അതിനൊരു എന്താ പറയുക, ആ കുട്ടീനെ ആ വിക്ടിമിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെർപ്പറ്റേറ്റർ ആയ ആ പെർപ്പറ്റേറ്റേഴ്സിന് എങ്ങനെ മനസ്സ് വരുന്നു അങ്ങനെ ചെയ്യാൻ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അയ്യോ, വളരെ ഡിസപ്പോയിൻറ്റിങ്. അതിലുപരി എനിക്കിതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ഇമോഷണലി ട്രിഗർ ആയിട്ടുണ്ട്, ഇമോഷണലി തകർന്നിരിക്കുന്നു ഞാനിത് കണ്ടിട്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ ഈ പ്രവീണിൻ്റെയും മൃദുലയുടെയും ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ആകാം ഒരു പക്ഷേ മൃദുല, അതിന് ചാൻസുള്ള ഒരു വ്യക്തിയാണ്.
മാനുഷിക പരിഗണന കൊടുക്കാണ്ട് ഇങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒക്കെ അവർക്ക് ചിലപ്പം ഹാൻഡിൽ ചെയ്യാൻ പിന്നെയും പറ്റുമായിരിക്കും. പക്ഷെ സ്വന്തം ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്നല്ല നമ്മൾ പറയുക. സ്വന്തം ബ്ലഡ് ഇങ്ങനെ അക്രമം നേരിട്ട് ചെയ്യുമ്പോൾ അത് നൽകുന്ന ഒരു എന്താ പറയുക, തകർച്ച, മനസ്സിനെ തകർക്കുന്നൊരു അവസ്ഥ അത് ചെറുതൊന്നും ആവില്ല. എന്തായാലും മോർ പവർ ടു യു പ്രവീൺ ആൻഡ് മൃദുല. അതുപോലെ തന്നെ അവർക്ക് ജസ്റ്റിസ് കിട്ടട്ടെ. ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നീതി കിട്ടണം. കാരണം ഒരു ഗർഭിണിയെ ആക്രമിക്കുന്നത് ചെറിയ കുറ്റമല്ല. ആൻഡ് I don't know what to say. Dear parents, please accept your kids അല്ലെങ്കിൽ please accept your children by the way they are. അത്രേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളല്ലേ, നിങ്ങൾക്ക് നന്നാക്കി വളർത്താൻ പറ്റും, നിങ്ങൾക്ക് നല്ല പേരൻറ്റിങ് കൊടുത്തിട്ട് നിങ്ങളല്ലേ അവരെ മനസ്സിലാക്കേണ്ടത്. സ്വന്തം കുട്ടികളെ പേരൻറ്റിങ്, പിന്നെ എന്തിനാണ് ഈ പേരൻറ്റ് മദർഹുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഭയങ്കര ആയിട്ട് വെക്കുന്നത്. ആ മനുഷ്യൻ നേരിടുന്ന അതിജീവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ചെറുതൊന്നും ആയിരിക്കില്ല. എനിക്ക് ഞാൻ പറയുന്നത് ഇനി പ്രവീണും മൃദുലയൊക്കെ ജീവിതത്തിൽ വിജയിക്കുമായിരിക്കും. ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമായിരിക്കും. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് ഇവർക്ക് നൽകിയ ട്രോമ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഒരു ഭയപ്പെടുത്തി, ട്രസ്റ്റ് ഇഷ്യൂസ് വരുത്തി, ഭയങ്കര മെൻ്റൽ ഹെൽത്തിനെ ഡിസ്ട്രാക്ട് ചെയ്യുമായിരിക്കും. ഒരു പക്ഷേ ആ കൊച്ചിനത് ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട്. എന്തായാലും അവരുടെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവട്ടെ. ആൻഡ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ കുട്ടികളെ അത് നിങ്ങളുടേതാണ്, നിങ്ങൾ കറക്റ്റ് ചെയ്ത് നന്നാക്കി വളർത്തിയെടുക്കുക. നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ ഫ്രസ്ട്രേഷനൊന്നും തീർക്കാനുള്ള ആൾക്കാരല്ല. അവർ മനുഷ്യരാണ്, അവർക്കും ഇമോഷൻസ് ഉണ്ട്, അവർക്കും ഫീലിങ്സ് ഉണ്ട്. സോ ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനകത്തേക്ക് വരുമ്പോൾ അതൊരു ഇമോഷൻ ആയി മാറുന്ന സമയത്ത് ഇതൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. മനുഷ്യനെ മനുഷ്യനായി അംഗീകരിച്ച് മനുഷ്യത്തോടു കൂടി പെരുമാറാൻ ശ്രമിക്കുക. കാരണം ഈ മൃദുലക്ക് വന്ന ഒരവസ്ഥ ഈ കേരളത്തിലല്ലേ, നമ്മൾ ഈ ലോകത്തിലെ ഒരു സ്ത്രീകൾക്കും വരാതിരിക്കട്ടെ. എസ്പെഷ്യലി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തിൽ, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഈ ഡൊമസ്റ്റിക് വയലൻസ് നേരിടാതിരിക്കട്ടെ ഇനിയെങ്കിലും എന്ന് ആത്മാർത്ഥയോടെ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.